പക്ഷെ ഇത്തരമൊരു റെയറസ്റ്റ് ഓഫ് റെയർ കേസും അത് കേരളത്തിൽ സംഭവിച്ചു എന്ന് പറയുന്നതും മലയാളികൾ അതിൽ വളരെ വ്യാകുലരാണ്. കോടതി കണ്ടെത്തിയിട്ടുള്ള എന്തെല്ലാം കാരണങ്ങളാലാണ് ഇദ്ദേഹത്തെ വെറുതെ വിട്ടത്, ബാക്കിയുള്ളവരെ ശിക്ഷിച്ചത്. ഞാൻ നിരപരാധിയായിരുന്നു, അതുകൊണ്ട് ഞാൻ തിരിച്ചടിക്കാൻ തീരുമാനിച്ചു എന്നുള്ള ഫീല് കൊടുക്കാനും ചെയ്യുന്നതാണെന്നുള്ളൊരു PR വർക്കിൻ്റെ ഭാഗം മാത്രമാണ്. അത് ഓരോരുത്തർ അഡ്വൈസിൻ്റെ ഭാഗം മാത്രമാണ്. പ്രതിഭാഗത്തിന് തുല്യ നീതി ഉറപ്പാക്കുന്ന രീതിയിലാണോ നടപടികൾ പോയത് എന്നുള്ളത് വിമർശന വിധേയമാക്കാവുന്ന ഒരു കാര്യമാണ്. സാധാരണയായി വെറുതെ വിടുന്ന വിധിക്കെതിരെയുള്ള അപ്പീലുകൾ പരിഗണിക്കണമെങ്കിൽ വർഷങ്ങളെടുക്കും. നമസ്കാരം. നടിയെ ആക്രമിച്ച കേസിൽ സിനിമാ നടൻ ദിലീപിനെ കഴിഞ്ഞ ദിവസം കോടതി കുറ്റക്കാരനല്ല എന്ന് കണ്ടെത്തി വെറുതെ വിടുകയുണ്ടായി. ഇതോടുകൂടി നമ്മുടെ സമൂഹത്തിലെ ജനങ്ങൾ രണ്ട് തട്ടിലായി തിരിയുകയും ഒരു വിഭാഗം ദിലീപിനെ അനുകൂലിച്ചുകൊണ്ടും മറ്റൊരു വിഭാഗം ദിലീപിനെ എതിർത്തുകൊണ്ടും രംഗത്ത് വരുന്ന വലിയ ചർച്ചകൾ ഉണ്ടാകുന്നത് നമ്മൾ കാണുകയുണ്ടായി. ഇപ്പോൾ ഉയർന്നു നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാദം എന്ന് പറയുന്നത് ദിലീപ് കോടതിയെ സമീപിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. തന്നെ തെറ്റായി കുറ്റക്കാരനാക്കി എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ദിലീപ് മേൽക്കോടതിയെ സമീപിക്കുമെന്നുള്ളൊരു സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ നമ്മളോട് പ്രതികരിക്കുന്നത് നിയമവിദഗ്ധനും അഭിഭാഷകനുമായ MS സജിയാണ്. ദിലീപ് ഇത്തരത്തിൽ കോടതിയെ സമീപിക്കാൻ അദ്ദേഹത്തിന് കഴിയുമോ, അല്ലെങ്കിൽ അദ്ദേഹം ഇത്തരത്തിൽ സമീപിച്ചാൽ തന്നെ എന്തായിരിക്കും അതിന്റെ ഭാവി എന്നുള്ളതിനെ കുറിച്ചാണ് അദ്ദേഹം നമ്മളോട് പ്രതികരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ. ഇപ്പോൾ ദിലീപ് നിയമ നടപടിക്ക് നീങ്ങുന്നു എന്നുള്ളൊരു തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. അപ്പൊ ഇത്തരത്തിൽ ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ഇനി അത്തരത്തിലൊരു നീക്കം സാധ്യമാണോ? അദ്ദേഹത്തെ വെറുതെ വിട്ടു എന്നുള്ളത് ശരിയാണ്, പക്ഷേ അതിൻ്റെ ജഡ്ജ്മെൻറ്റ് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ആ ജഡ്ജ്മെൻറ്റ് വിശദമായിട്ട് വായിച്ച് പഠിച്ചാൽ മാത്രമേ അതിൻ്റെ സാധ്യതകളെക്കുറിച്ച് പറയാൻ കഴിയുള്ളൂ. ഹോണറബിൾ അക്വിറ്റൽ എന്നൊരു സംഗതിയുണ്ട്. അതായത് ആളെ വെറുതെ വിടുക മാത്രമല്ല, സമ്പൂർണ്ണമായും കുറ്റവിമുക്തനാക്കി വിടുന്ന അയക്കുന്ന ഒരു സംഗതി കോടതികൾ അനുവദിക്കാറുണ്ട്. സംശയത്തിൻ്റെ ആനുകൂല്യത്തിൽ നൽകി വിടുന്നതുണ്ട്. അപ്പോൾ ഈ വിടുന്ന എല്ലാ കേസുകളിലും പ്രതിക്ക് പോയിട്ട് നഷ്ടപരിഹാരത്തിന് കേസ് കൊടുക്കലോ അല്ലെങ്കിൽ സ്റ്റേറ്റിനെതിരെ നീങ്ങലോ പരാതിക്കാർക്കെതിരെ നീങ്ങലോ ഒക്കെ എന്ന് പറയുന്നത് എത്രമാത്രം വിജയകരമാകുമെന്ന് കണ്ടറിയേണ്ടി വരും. അത് ഈ ജഡ്ജ്മെൻറ്റിൻ്റെ സ്വഭാവം പോലെ ഇരിക്കും. കോടതി കണ്ടെത്തിയിട്ടുള്ള എന്തെല്ലാം കാരണങ്ങളാലാണ് ഇദ്ദേഹത്തെ വെറുതെ വിട്ടത്, ബാക്കിയുള്ളവരെ ശിക്ഷിച്ചത്, എന്തെല്ലാം കണക്റ്റിംഗ് ആയിട്ടുള്ള ലിങ്ക്സ്, ബന്ധിപ്പിക്കുന്ന തെളിവുകൾ ഇയാൾക്കെതിരെ ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള മൊത്തം ഒരു ഇവാലുവേഷൻ നടത്താതെ, മൊത്തം ഒരു പഠനം നടത്താതെ അതിനെക്കുറിച്ച് ആ കേസ് എത്രമാത്രം നിലനിൽക്കുമെന്നുള്ളത് പറയാൻ കഴിയില്ല. ആർക്കും കൊണ്ട് കേസ് കൊടുക്കാം, ഒരു അന്യായം ആർക്കും ഫയൽ ചെയ്യാം. പക്ഷേ മറ്റൊരു സാഹചര്യം കൂടി ഉള്ളത്, ഈ വെറുതെ വിട്ടതിനെതിരെ സ്റ്റേറ്റിന് അപ്പീൽ പോകാം, പരാതിക്കാരിക്ക് അപ്പീൽ പോകാം. അതിജീവിത എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന പരാതിക്കാരിക്ക് അപ്പീൽ പോകാം. ആ അപ്പീൽ ഫയൽ ചെയ്യപ്പെടുന്നത് കേരള ഹൈക്കോടതിയിലാണ്. സാധാരണയായി വെറുതെ വിടുന്ന വിധിക്കെതിരെയുള്ള അപ്പീലുകൾ പരിഗണിക്കണമെങ്കിൽ വർഷങ്ങളെടുക്കും. ഇനി ആ അപ്പീൽ അവർ പരാജയപ്പെടുക, ഈ വെറുതെ വിടൽ ശരിവെച്ചു എന്ന് വിചാരിക്കുക, അന്നൊരു സുപ്രീം കോടതിയിലും അവിടെ ഒരു സാധ്യത കിടക്കുകയാണ് SLP ഫയൽ ചെയ്യാം. അത് സുപ്രീം കോടതിയിൽ അഡ്മിഷൻ കിട്ടുകയാണെങ്കിൽ, ആ ഫയൽ എടുക്കുകയാണെങ്കിൽ അതും വർഷങ്ങളെടുക്കും. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു കോസ് ഓഫ് ആക്ഷൻ വരണമെങ്കിൽ ഈ എല്ലാ സ്റ്റേജുകളും കഴിയണം. എന്നാലേ യഥാർത്ഥ കോസ് ഓഫ് ആക്ഷൻ ആ കേസിൽ വരത്തുള്ളൂ. ഇപ്പോഴേ ഫയൽ ചെയ്യാം, അതിൽ തടസ്സമില്ല. മറിച്ച് അപ്പീല് ഈ സ്റ്റേറ്റോ പരാതിക്കാരിയോ ആയ പെൺകുട്ടിയോ കൊടുക്കുന്ന അപ്പീല് ഹൈക്കോടതി ഫയലിലെടുക്കുന്നുള്ളതൊരു സംശയവുമില്ല. ആ ഫയലിലെടുക്കുന്നതോടുകൂടി ഈ കേസ് അപ്രസക്തമാവുകയും അനന്തമായി നീട്ടിക്കൊണ്ടുപോവുകയോ അല്ലെങ്കിൽ തൽക്കാലത്തേക്ക് പിൻവലിക്കുകയൊക്കെ ചെയ്യേണ്ട സാഹചര്യം വരും. അതുകൊണ്ട് ഇപ്പോൾ അത്തരം ഒരു കേസ് ഫയൽ ചെയ്യുന്നു എന്ന് പറയുന്നത് പ്രീമേച്യൂർ ആയിട്ടുള്ളൊരു തീരുമാനമാണ്. എങ്ങനെയാണ് അദ്ദേഹത്തിന് അഡ്വൈസ് കിട്ടിയെന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞല്ലോ, ഫയൽ ചെയ്യാം. പക്ഷേ അതിൻ്റെ നിയമപരമായ നിലനിൽപ്പ് എന്ന് പറയുന്നത് ഹൈക്കോടതി അപ്പീലിനെയും സുപ്രീം കോടതി അപ്പീലിൻ്റെയും ഒക്കെ ഗതിവിഗതികളും അതിൻ്റെ അന്തിമ തീരുമാനങ്ങളും അനുസരിച്ചേ പറയാൻ കഴിയുള്ളൂ. പിന്നെ അത്തരം പ്രസ്താവനകളൊക്കെ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന ആളുകളെ ആവേശഭരിതരായിട്ട് നിർത്താനും, ഞാൻ നിരപരാധിയായിരുന്നു, അതുകൊണ്ട് ഞാൻ തിരിച്ചടിക്കാൻ തീരുമാനിച്ചു എന്നുള്ള ഫീല് കൊടുക്കാനും ചെയ്യുന്നതാണെന്നുള്ളൊരു PR വർക്കിൻ്റെ ഭാഗം മാത്രമാണ്. അത് ഓരോരുത്തർ അഡ്വൈസിൻ്റെ ഭാഗം മാത്രമൊന്നും ഇപ്പോൾ അത്തരം ഒരു പ്രസ്താവനയൊന്നും അത്ര ഗൗരവമായി എടുക്കേണ്ടതില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പൊ നമ്മൾ അതുപോലെ തന്നെ കാണേണ്ട ഒരു കാര്യം, കഴിഞ്ഞ 2 ദിവസമായിട്ട് ഈ വിധി പറഞ്ഞ ജഡ്ജിക്കെതിരെ വ്യാപകമായ സൈബർ അറ്റാക്ക് വരുന്നുണ്ട്. സർക്കാർ അതിനെതിരെ നിയമ നടപടിക്ക് നീങ്ങാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ ഇത്തരത്തിൽ അതിന്റെ ഇതെന്തോ ആവട്ടെ, പക്ഷെ ഇത്തരത്തിൽ ഒരു ന്യായപീഠത്തിനെതിരെ കൂടെ ഇത്തരത്തിൽ വ്യാപകമായ രീതിയിൽ മോശം ഭാഷ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ സാമൂഹ്യ മാധ്യമങ്ങളിൽ കമന്റ് ചെയ്യുക അല്ലെങ്കിൽ ഇങ്ങനെ സൈബർ അറ്റാക്ക് നടത്തുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് തരത്തിലാണ് കാണുന്നത്? ജഡ്ജിനെ വിമർശിക്കുന്നത് അനുവദനീയമല്ല, പക്ഷേ ജഡ്ജ്മെൻറ്റിനെയും
കോടതി നടപടികളെയും വിമർശന വിധേയമാക്കുന്നതിൽ തെറ്റില്ല. മുമ്പൊരു അവസരത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ഈ കോടതി നടപടികൾ കൃത്യമായിട്ടാണോ നിയമം അനുശാസിക്കുന്ന രീതിയിൽ തുല്യനീതി ഉറപ്പുവരുത്തിക്കൊണ്ടാണോ പ്രോസിക്യൂഷനും പ്രതിഭാഗത്തിനും നീതി ഉറപ്പാക്കുന്ന രീതിയിലാണോ നടപടികൾ പോയത് എന്നുള്ളത് വിമർശന വിധേയമാക്കാവുന്ന ഒരു കാര്യമാണ്. വിധിന്യായത്തെ വിമർശിക്കാം. അതൊക്കെ ഒരുപാട് വിധിന്യായങ്ങൾ സുപ്രീം കോടതിയിൽ തന്നെയുണ്ട്. വിധിന്യായത്തെ വിമർശിക്കാം. അവർ വ്യക്തിപരമായിട്ട് ഈ ജഡ്ജി മോശക്കാരിയാണ് അല്ലെങ്കിൽ മോശക്കാരനാണ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള ഒരു വ്യക്തിപരമായ അലിഗേഷൻസിന് മാത്രമേ അത്തരം ഒരു നിയമ നടപടിക്ക് സാധ്യതയുള്ളൂ. കോടതി നടപടികളുടെ പോരായ്മകളെയും വിധിന്യായത്തെയും വിമർശിക്കുവാനുള്ള അവകാശം ഏതൊരു ഇന്ത്യൻ പൗരനുമുണ്ട്. അതാണ് ഇവിടെ നടക്കുന്നത്. ഞാനത് വ്യക്തിപരമായി അവരെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള പോസ്റ്റുകളൊന്നും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പിന്നെ മറ്റൊരു കാര്യം, സമൂഹം ലോക മലയാളികൾ ഉറ്റുനോക്കിയ ഒരു കേസാണിത്. തന്നെയല്ല, ഈ കേസിനെ സംബന്ധിച്ചുള്ള ക്രൈം എന്ന് പറയുന്നത് കേട്ടുകേൾവിയില്ലാത്തതാണ്. നമ്മളൊക്കെ പലതവണ ആവർത്തിച്ചല്ലേ, കൊട്ടേഷൻ കൊടുത്തതല്ല റേപ്പ് ചെയ്യിക്കുക എന്നൊക്കെ പറയുന്നത്, അത് ഷൂട്ട് ചെയ്യുക എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും മലയാളികൾ മാത്രമല്ല, എനിക്കൊന്ന് ക്രിമിനൽ ചരിത്രത്തിൽ തന്നെ റേപ്പ് ചെയ്യുക, ആളുകളെ കൊല്ലുകയൊക്കെ ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ട്, റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇത്തരമൊരു റെയറസ്റ്റ് ഓഫ് റെയർ കേസും അത് കേരളത്തിൽ സംഭവിച്ചു എന്ന് പറയുന്നതും മലയാളികൾ അതിൽ വളരെ വ്യാകുലരാണ്. വളരെയധികം മലയാളികൾ ഡിപ്രസ്ഡ് ആയിപ്പോയി ഒരു സംഗതി. കാരണം ഒരു വീട്ടിലും എത്ര വലിയ പ്രശസ്തയായ സ്വാധീനമുള്ള ഈവൻ സെലിബ്രിറ്റിയായ ഒരു സ്ത്രീകൾ പോലും സേഫ് അല്ല എന്നൊരു ഫീല് കൊടുക്കുന്ന ഒരു ഇൻസിഡൻ്റാണ്. ആ ഒരു വികാരം മലയാളിയുടെ മനസ്സിലേക്ക്, സ്ത്രീകളുടെ മനസ്സിലേക്ക്, അമ്മമാരുടെ മനസ്സിലേക്കൊക്കെ, പെൺകുട്ടികളുടെ മനസ്സിലേക്കൊക്കെ വ്യാപിച്ചിട്ടുണ്ട്. അത് ആ സ്ത്രീ സമൂഹത്തെ വല്ലാണ്ട് കോൺഫിഡൻ്റ് അല്ലാതാക്കി മാറ്റുമെന്നേ, അവരുടെ ആത്മവിശ്വാസം തകർക്കും. അതുകൊണ്ട് ഈ ക്രൈം ഉണ്ടാക്കിയൊരു ഇമ്പാക്റ്റ് തലമുറകൾ നീണ്ടു നിൽക്കും. സമൂഹത്തിൻ്റെ സുരക്ഷിത ബോധത്തിന് തന്നെ നൽകിയൊരു വെല്ലുവിളിയാണ്. ആ രീതിയിൽ സമൂഹം വളരെ കൺസേൺഡ് ആയതുകൊണ്ട് വിമർശനങ്ങളും കമൻറ്റുകളും ഒക്കെ വരും. അത് നമുക്ക് അത്രമാത്രം തടയാൻ കഴിയില്ല. അതിനെത്രമാത്രം അതിനെതിരെ നിയമ നടപടികൾ നിലനിൽക്കുമെന്നൊക്കെ കണ്ടറിയേണ്ട കാര്യമാണ്.